വാർത്തകൾ ആദ്യമേ അറിയാൻ പ്രൈം ന്യൂസ് മലയാളം സബ്സ്ക്രൈബ് ചെയ്യൂ. കഴിഞ്ഞ ശനിയാഴ്ച അധികം ആരും അറിയാത്ത ഒരു വാർത്ത പുറത്തു വന്നിരുന്നു. ഭിന്നശേഷിക്കാരനായ മാവേലിക്കര തഴക്കര കൊച്ചുവീട്ടിൽ KT വർഗീസിന്റെ മക്കളായ 4ാം ക്ലാസ് വിദ്യാർത്ഥി ജെറോം, 9ൽ പഠിക്കുന്ന ജോയൽ എന്നിവർ ഓൺലൈൻ ക്ലാസ്സിൽ പങ്കെടുക്കുന്ന മൊബൈൽ ഫോൺ മോഷ്ടിക്കപ്പെട്ടു. ഓൺലൈൻ പഠനത്തിന് നിവൃത്തിയില്ലാതെ വിഷമിച്ച കുട്ടികൾക്ക് MLA ഇടപെട്ട് നൽകിയതായിരുന്നു ഈ ഫോണ്. വീടിനോട് ചേർന്ന് വർഗീസ് നടത്തുന്ന ചായക്കടയിൽ സാധനം വാങ്ങാനെന്ന് വ്യാജേന ബൈക്കിലെത്തിയാണ് കൗമാരക്കാരനായ കള്ളൻ ഫോൺ കവർന്നത്. സാധനങ്ങൾ എടുക്കാൻ വേണ്ടി തിരിഞ്ഞപ്പോൾ ഇപ്പോൾ വരാമെന്ന് പറഞ്ഞ് കുട്ടിക്കള്ളൻ മുങ്ങി. പിന്നെ നോക്കിയപ്പോഴാണ് ചാർജിലിട്ട മൊബൈൽ ഫോൺ കാണാനില്ലെന്ന് മനസ്സിലായത്. മാസ്ക് ധരിച്ചിരുന്നതിനാൽ ആളെ മനസ്സിലായില്ല. തുടർന്ന് വർഗീസ് പരാതി നൽകുകയും പോലീസ് CCTV ദൃശ്യങ്ങൾ പുറത്തുവിടുകയും ചെയ്തിരുന്നു. ചായക്കടയിലെത്തിയത് ഒരാളാണെങ്കിലും ബൈക്കിൽ 2 പേരുണ്ടായിരുന്നു. ഇതിനു പിന്നാലെ ഇപ്പോൾ കുട്ടിക്കള്ളൻ തന്നെ പോലീസ് സ്റ്റേഷനിൽ ഫോണുമായി എത്തിയിരിക്കുകയാണ്. ഫോൺ കവർന്നത് തന്റെ മകനാണെന്ന് മനസ്സിലാക്കി അവനെ സ്റ്റേഷനിൽ എത്തിച്ചത് പെറ്റമ്മ തന്നെയാണെന്നുള്ളത് പോലീസുകാർക്കും അമ്പരപ്പായി. പോലീസ് പുറത്തുവിട്ട ദൃശ്യങ്ങളിൽ നിന്നാണ് അമ്മയായ പള്ളിപ്പാട് സ്വദേശിനി +1 കാരനായ തന്റെ മകനാണെന്ന് തിരിച്ചറിഞ്ഞത്. പിന്നീട് ഒട്ടും താമസിച്ചില്ല, മകനെയും കൂട്ടി സ്റ്റേഷനിലെത്തി. തുടർന്ന് +1 കാരൻ കുറ്റം ഏറ്റു പറഞ്ഞു. +1 വിദ്യാർത്ഥി ആവശ്യപ്പെട്ടതനുസരിച്ച് കറ്റാനത്ത് കൊണ്ടുവിടാനാണ് ബൈക്കിന്റെ ഉടമയായ യുവാവ് ഒപ്പം എത്തിയത്. ബൈക്ക് ഓടിച്ചത് വിദ്യാർത്ഥി തന്നെയാണ്. തഴക്കരയിലെത്തിയപ്പോൾ ബൈക്കിന്റെ ഉടമയെ റോഡരികിൽ ഇറക്കി ഉടൻ വരാമെന്ന് പറഞ്ഞു പോയി. തുടർന്ന് കടയിലെത്തി ഫോൺ കവർന്നു. തിരികെ എത്തി ഉടമയെ കയറ്റി ബൈക്കിൽ കറ്റാനത്ത് പോകുകയായിരുന്നു. ബൈക്കിലൊപ്പമുള്ള ആൾക്ക് കേസിൽ പങ്കില്ലെന്ന് പോലീസിന് ബോധ്യപ്പെട്ടിട്ടുണ്ട്. വിദ്യാർത്ഥിക്കെതിരെ കേസെടുത്ത പോലീസ് അമ്മയ്ക്കൊപ്പം വിട്ടു. പാർക്ക് ചെയ്തിരുന്ന ഇരുചക്ര വാഹനങ്ങളിൽ നിന്നും പണം മോഷ്ടിച്ചതിന് മുൻപ് ജുവൈനൽ ഹോമിൽ കഴിഞ്ഞിട്ടുണ്ട്. കൗൺസിലിംഗിന് വിധേയനാകുന്നുണ്ടെന്നും പോലീസ് പറഞ്ഞു. നടപടിക്രമങ്ങൾ പൂർത്തിയാക്കിയ ശേഷം ഇന്നലെ വൈകിട്ട് വർഗീസിന്റെ വീട്ടിലെത്തിയ CI ശ്രീജിത്ത് ജെറോമിനും ജോയലിനും ഫോൺ തിരികെ നൽകി. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. നന്ദി.